യേശുവിൽ പ്രിയരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 16-ാം തിരുവചനമാണ്. വചനം ഇങ്ങനെ നമ്മോട് പറയുന്നു, ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്, നിങ്ങളല്ല എന്നെ തെരഞ്ഞെടുത്തത് എന്ന്. ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഒരാളെ തെരഞ്ഞെടുക്കുക, അവന് എന്തൊക്കെയോ ആ വ്യക്തിയെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയും ഉള്ളതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാമല്ലോ, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നാം ചിന്തിക്കുന്നത് നമുക്ക് നന്മയായിട്ട് അല്ലെങ്കിൽ ഒരാൾ ശ്രേഷ്ഠനായി കാണുമ്പോൾ അയാളെ തെരഞ്ഞെടുത്ത് സമൂഹത്തിലേക്ക് അയച്ചാൽ, നേതൃത്വത്തിലേക്ക് അയച്ചാൽ നമ്മുടെ സമൂഹത്തിന് ഗുണമുണ്ടാവും എന്ന് കരുതി തന്നെയാണ് നാം തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈശോ നമ്മെ തെരഞ്ഞെടുത്തപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ആണ് തെരഞ്ഞെടുത്തത് എന്ന് ഈശോ പറയുകയാണ്. എന്റെ ഈ സഹോദരങ്ങളെ, ഞാൻ ഈ വചനത്തിന്റെ ആഴങ്ങൾ പങ്കുവയ്ക്കുവാനായി ചില പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴേ ഞാൻ നിരാശപ്പെടുകയാണ്. കാരണം അന്ന് ആ പ്രാർത്ഥന നടക്കുന്നത് തന്നെ ഒരു പ്രത്യേക കാര്യം നടക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം നടന്നതിന്റെ നന്ദി സൂചകമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വചനം പറയുവാൻ എനിക്ക് സാധിക്കാതെ വരുന്നുണ്ട്. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഈശോ നമ്മെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈശോയെ എന്നെ തെരഞ്ഞെടുത്തത് എന്ന് ചോദിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ്. ഈശോ ആകർഷിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥനയിലേക്ക് വന്നത്, ഈശോ ആകർഷിച്ചിട്ടാണ് ഞാൻ ബലിയർപ്പണത്തിലേക്ക് വന്നത്, ഈശോ ആകർഷിച്ചിട്ടാണ് ഞാൻ ഈശോയുടെ അടുത്തേക്ക് വന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ തന്നെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിന്റെ 13-ലും പറയുന്നുണ്ട്, തനിക്കിഷ്ടമുള്ളവരെ തന്റെ അടുക്കലേക്ക് അവിടുന്ന് വിളിച്ചു എന്ന്. സഹോദരങ്ങളെ, നാം ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ടോ? നാമൊക്കെ ഈശോയെ തെരഞ്ഞെടുത്ത പോലെയാണ് പ്രവർത്തിക്കുക. ഈശോയെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തന്നേക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ നടത്തി തന്നേക്കണം, നീ അല്ല ഞങ്ങളെ തെരഞ്ഞെടുത്തത്, ഞാനാണ് നിന്നെ തെരഞ്ഞെടുത്തത് എന്ന് ചിന്തിക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ പറയുന്നത് പോലെയാണ് പലരുടെയും പ്രാർത്ഥനാ ജീവിതം കാണുമ്പോൾ മനസ്സിലാവുക. അതുകൊണ്ട് ഈശോയെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കണം, ഈശോയെ നമ്മെ തെരഞ്ഞെടുത്തതാണ്. ഈശോ എന്തിനോ ഒരു വലിയ പദ്ധതി എന്നിലൂടെ കാണുന്നുണ്ട്. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈശോയുടെ സന്നിധിയിൽ ചെന്ന് നിന്നിട്ട് ചോദിക്കണം, ഈശോയെ എവിടുന്ന് എന്തിനാണ് എന്നെ തെരഞ്ഞെടുത്തത്? ഈശോ ഉത്തരം പറയും. ഈശോയ്ക്ക് സന്തോഷമാകും ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ. ഈശോ പറയും, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുവാനാണ്, നിങ്ങളിൽ ഫലം നിലനിൽക്കുവാനാണ് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ ഈശോയുടെ അടുത്തേക്ക് ചെന്ന് ആ ശക്തി സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കുലവേളകളിൽ ആശ്വാസം നൽകിടും താൻ, ആകുലവേളകളിൽ ആശ്വാസം നൽകിടും താൻ, എന്നറിഞ്ഞു നീയും യേശുവെ നോക്കിയാൽ എണ്ണമില്ലാ നന്മ നൽകിടും താൻ. യേശു വിളിക്കുന്നു,
സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. മനക്ലേശം നേരിടുമ്പോൾ ബലം നിനക്കു നൽകും. മനക്ലേശം നേരിടുമ്പോൾ ബലം നിനക്കു നൽകും. ആ വെള്ളി വെളിച്ചം രക്ഷയുമാകയാൽ താമസമെന്നേ നീ വന്നിടുക. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു